ശ്രീരാമനുമായി ബന്ധപ്പെട്ട പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ശ്രീരാമായണ യാത്രയ്ക്ക് തുടക്കം കുറിച്ച് IRCTC 2025 ജൂലൈ 25-ന് യാത്ര ആരംഭിക്കും. അയോധ്യയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര രാമന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ സുപ്രധാന സ്ഥലങ്ങളായ നന്ദിഗ്രാം, സീതാമർഹി, ജനക്പൂർ, ബക്സർ, വാരണാസി, പ്രയാഗ്രാജ്, ചിത്രകൂട്, നാസിക്, ഹംപി എന്നിവിടങ്ങൾ സന്ദർശിച്ച് ഒടുവിൽ ദക്ഷിണേന്ത്യയിലെ രാമേശ്വരത്തെത്തും. ശേഷം ഡൽഹിയിലേക്ക് മടങ്ങും. IRCTC നടത്തുന്ന 5ാമത്തെ പ്രത്യേക രാമായണ യാത്രയാണ് ഇത്. അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം മുതൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒട്ടനവധി ഭക്തർ ഈ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. 2025 ജൂലൈ 25-ന് ഡൽഹിയിലെ സഫദർജംഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിക്കും. ആധുനിക സൗകര്യങ്ങളോടുകൂടി ഭാരത് ഗൗരവ് ഡിലക്സ് AC ടൂറിസ്റ്റ് ട്രെയിനിലായിരിക്കും യാത്ര. ട്രെയിനിൽ 2 റെസ്റ്റോറന്റുകൾ, ഒരു ആധുനിക അടുക്കള, കോച്ചുകളിലെ ഷവർ ക്യൂബിക്കുള്ളിൽ സെൻസർ അധിഷ്ഠിത കുളിമുറികൾ, കാല് മസാജ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എന്നിവ ലഭ്യമാണ്. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ട്രെയിനിൽ മികച്ച താമസ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഓരോ കോച്ചിലും CCTV ക്യാമറകളും ഘടിപ്പിച്ചിട്ടുണ്ട്. യാത്രയുടെ ആദ്യ ലക്ഷ്യസ്ഥാനം അയോധ്യയാണ്. പിന്നീട് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം, ഹനുമാൻ ഗർഹി, രാം കി പൈഡി, സരയുഗഡ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. നന്ദിഗ്രാമിലെ ഭാരത് മന്ദിറും ബീഹാറിലെ സീതാമർഹിയുമാണ് അടുത്ത ലക്ഷ്യസ്ഥാനങ്ങൾ. അവിടെ നിങ്ങൾക്ക് സീതയുടെ ജന്മസ്ഥലവും നേപ്പാളിലെ ജനക്പൂരിലെ ജാനകി ക്ഷേത്രവും സന്ദർശിക്കാം. പിന്നീട് ബക്സറിലേക്ക് തിരിക്കും. അവിടെ നിന്ന് രാമരേഖഗഡ്, രാമേശ്വർനാഥ് ക്ഷേത്രം എന്നിവ കാണാം. തുടർന്ന് കാശി വിശ്വനാഥ ക്ഷേത്രവും ഇടനാഴിയും, തുളസി മന്ദിർ, സങ്കട് മോചന ഹനുമാൻ മന്ദിർ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ഗംഗ ആരതിക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യാം. അടുത്ത ദിവസങ്ങളിൽ യാത്രക്കാരെ പ്രയാഗ്, ശൃംഗാവേർപൂർ, ചിത്രകൂട് എന്നിവിടങ്ങളിലേക്ക് റോഡ് മാർഗം കൊണ്ടുപോകുമെന്നും അവിടെ രാത്രി താമസ സൗകര്യം ഒരുക്കുമെന്നും IRCTC അറിയിച്ചു. ചിത്രകൂടിൽ നിന്ന് ട്രെയിൻ മഹാരാഷ്ട്രയുടെ വടക്കൻ ഭാഗത്തേക്ക് പോകും. അവിടെ സ്റ്റോപ്പ് നാസിക്കിലായിരിക്കുമെന്നും ടൂർ സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. അവിടെ ത്രയംബകേശ്വർ ക്ഷേത്രവും പഞ്ചവടി പ്രദേശവും ഉണ്ട്. പുരാതന കിഷ്കിന്ധ നഗരമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഹംപിയാണ് അടുത്ത ലക്ഷ്യസ്ഥാനം. ഇവിടെ ഹനുമാന്റെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്ന ആഞ്ജനേയക്കുന്നും, വിത്തല, വീരപാക്ഷ ക്ഷേത്രം തുടങ്ങിയ മറ്റു പൈതൃക സ്ഥലങ്ങൾ നിലനിൽക്കുന്നു. ഒടുവിൽ ട്രെയിൻ രാമേശ്വരത്തേക്ക് യാത്ര തിരിക്കും. രാമനാഥസ്വാമി ക്ഷേത്രവും ധനുഷ്കോടിയും സന്ദർശനത്തിന്റെ ഭാഗമാണ്. യാത്രയുടെ 17ാം ദിവസം ട്രെയിൻ ഡൽഹിയിലേക്ക് മടങ്ങും.